നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ പക്കോടയാണ്. അപ്പോൾ അതിനായിട്ട് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ ചെറിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കടലമാവ് വേണം. 7 ടേബിൾ സ്പൂൺ കടലമാവ് വേണം. പിന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു മുട്ട, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിയില, കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത്. മല്ലിയില കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഉപ്പ്, വെള്ളം. നമ്മൾ പക്കോട ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മാവ് ടൈറ്റായാൽ മാത്രം വെള്ളം ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി മുട്ട ചേർത്തിട്ടുണ്ട്, അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം ഇൻ കേസ് വരുന്നെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല, ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അഥവാ നിങ്ങളുടെ മാവ് ടൈറ്റായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർക്കുക, അല്ലെങ്കിൽ മുട്ട മാത്രം മതി. പിന്നെ ഓയിൽ, ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യുക. അതിനായിട്ട് ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ഉള്ളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഇനി കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർക്കാം. മല്ലിയില കുറച്ച് അധികം ചേർക്കണം, വേണം അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് മുട്ട ചേർക്കാം. അതുപോലെ മുളക് പൊടി ചേർക്കുക. കടലമാവ് ചേർക്കുക. കടലമാവ് ചേർക്കുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് ചേർക്കുക. ആവശ്യമെങ്കിൽ മാത്രം പിന്നീട് ചേർത്താൽ മതി. ഇനി നന്നായി ഇത് മിക്സ് ചെയ്യുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ മുട്ട ചേർക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും പക്കോട. ഇതിലേക്ക് ബാക്കി വന്നിട്ടുള്ള കടലമാവ് കൂടി ചേർക്കാം. ടോട്ടൽ 7 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർക്കുന്നത്. ഈ ചിക്കൻ നമ്മളൊരു 20 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം, വേണം അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് പക്കോട ഉണ്ടാക്കാം. ഇത് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കാം. 20 മിനിറ്റിന് ശേഷം ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പക്കോട ഇട്ട് കൊടുക്കാം. പക്കോട ഇതിലിടുന്ന സമയത്ത് തീ നന്നായി കുറച്ചിരിക്കണം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. പിന്നെ ഒരു സൈഡ് കുക്കാകുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് തീ ഒന്ന് ചെറുതായിട്ട് കൂട്ടി കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, അപ്പോൾ ചിക്കൻ കുക്കാവില്ല. എല്ലാ ചിക്കനും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി തിരിച്ചു കൊടുക്കാം. ഇത് നല്ല ക്രിസ്പി ആകുന്നത് വരെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിരിക്കണം. അതുപോലെ ചിക്കൻ നന്നായി വേവുകയും വേണം.
നല്ലൊരു ഡാർക്ക് കളറാകുന്ന സമയത്ത് ഓയിലിൽ നിന്ന് മാറ്റിയാൽ മതി. ഇപ്പോൾ നല്ലൊരു കളറായിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതൊരു ടിഷ്യൂ പേപ്പർ വെച്ച പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നല്ലൊരു റെസിപ്പിയാണിത്. ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തുടർന്നും വീഡിയോസൊക്കെ കാണുക. നെക്സ്റ്റ് വീഡിയോസുമായി വരുന്നത് വരേക്കും താങ്ക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.